ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെ വിമർശിച്ച ഹൈക്കോടതി. ചാൻസലർക്ക് അനിയന്ത്രിതമായ അധികാരങ്ങളില്ലെന്ന ഹൈക്കോടതി. ഗവർണറുടെ സെനറ്റ് നോമിനേഷൻ സർവകലാശാല നിയമം അനുസരിച്ചാവണമെന്നും സർവകലാശാല നിയമത്തിൽ നിന്ന് വ്യതിചലിച്ചുള്ള ഗവർണറുടെ നടപടി തെറ്റെന്നും കോടതി വിമർശിച്ചു. സാലി മുഹമ്മദ് വിശദാംശങ്ങളുമായി ചേർന്നു. സാലി, കോടതിയുടെ ഭാഗത്തു നിന്ന് എന്തൊക്കെ വിമർശനങ്ങളാണ് ഉണ്ടായത്? അതായത് കോടതി ഉത്തരവിന്റെ പകർപ്പ് അല്പം മുമ്പ് പുറത്തു വന്നു. അതോടെയാണ് ഗവർണർ നേരിട്ട തിരിച്ചടിയുടെ ആഴം വ്യക്തമായത്. ചാൻസലർ എന്ന നിലയ്ക്ക് ഗവർണർക്ക് അനിയന്ത്രിതമായ അധികാരങ്ങളൊന്നുമില്ല എന്ന് ഉത്തരവിൽ കോടതി ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഗവർണറുടെ സെനറ്റ് നോമിനേഷൻ സർവകലാശാല നിയമം അനുസരിച്ചാവണം. സർവകലാശാല നിയമത്തിൽ നിന്ന് വ്യതിചലിച്ചിട്ടുള്ളതാണ് ഗവർണറുടെ നടപടി എന്ന് കോടതി വിലയിരുത്തുന്നു. ഇത് നിയമവിരുദ്ധവും തെറ്റുമാണ്. ചാൻസലറുടെ നടപടി തുല്യത എന്ന സങ്കല്പത്തിന് വിരുദ്ധവും വിവേചനപരവുമാണ് എന്ന് കോടതി വ്യക്തമാക്കുന്നുണ്ട്. വിവേചനാധികാരം യുക്തിപരമായി പക്ഷപാതരഹിതമായുമാണ് ഉപയോഗിക്കേണ്ടത്. പക്ഷേ ഇക്കാര്യത്തിൽ അതുണ്ടായില്ല എന്ന് കോടതി പറയുന്നു. വ്യക്തിപരമായ തീരുമാനം അനുസരിച്ചല്ല ഗവർണർ തീരുമാനം എടുക്കേണ്ടത് എന്ന് കോടതി ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഗവർണർ നാമനിർദ്ദേശം ചെയ്തവർ അയോഗ്യരാണെന്ന് കോടതി വിലയിരുത്തിയിട്ടുമുണ്ട്. സർവകലാശാല നിയമം അനുസരിച്ച് യോഗ്യത ഗവർണർ നിയമിച്ചവർക്കാർക്കുമില്ല. ഗവർണർ നിയമിച്ച 4 പേരും മികച്ച പ്രകടനം കാഴ്ചവെച്ചവരല്ല എന്ന് കോടതി പറയുന്നു. അവർ 4 പേരും സർവകലാശാലയുടെ പട്ടികയിലുള്ളവരെക്കാൾ യോഗ്യരല്ല എന്നാണ് ഈ പട്ടിക സംബന്ധിച്ച് കോടതി വിലയിരുത്തിയിരിക്കുന്നത്. ചുരുക്കത്തിൽ ഗവർണർക്കെതിരെ രാവിലെ ഉച്ചയ്ക്ക് ഉത്തരവ് പുറത്തു വന്നപ്പോൾ, കോടതി വിധി പുറത്തു വന്നപ്പോൾ ഉള്ളതിനേക്കാൾ ഗുരുതരമായ പരാമർശങ്ങൾ ഉത്തരവിലുണ്ട് എന്നാണ് ഉത്തരവ് പുറത്തു വരുമ്പോൾ വ്യക്തമാകുന്നത്. തീർച്ചയായും ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്ന് രൂക്ഷ വിമർശനം തന്നെയാണ് ഗവർണർക്ക് നേരിടേണ്ടി വന്നത്. ചാൻസലർക്ക് അനിയന്ത്രിതമായ അധികാരങ്ങളില്ലെന്ന് ഹൈക്കോടതി വ്യക്തമാക്കിയിരിക്കുകയാണ്. ഗവർണറുടെ സെനറ്റ് നോമിനേഷൻ സർവകലാശാല നിയമം അനുസരിച്ചാവണമെന്നുമാണ് ഹൈക്കോടതി ഇപ്പോൾ വ്യക്തമാക്കിയത്. സാലി മുഹമ്മദാണ് വിശദാംശങ്ങൾ നൽകിയത്.